Good evening, all friends. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, Good ma'am. evening, Good evening, Divya. ma'am. Good evening, Smita. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പ്രെയർ ഒക്കെ ആരെങ്കിലും ചെയ്യാനുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു പ്രെയർ ചെയ്താലോ? ആരാ ചെയ്യാ? ആരുമില്ല. മാം മടിഞ്ഞിരിക്കുകയാണോ ചെയ്യാൻ? മാം മോള് പാടിയോട്ടെ എന്ന് ചോദിക്കണു. ചെറിയ മോള് മോള് ചെയ്യും. പ്രെയർ ചെയ്തോളൂ. 4 വരെയുള്ളോ? ആള് പാടിയോട്ടെ. ഓക്കെ, അത് മതി, അത് മതി. God as Mom, God as Dad, help us
happy. ഇത്രയുള്ളോട്ടെ മാം. ABC. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? എത്രാമത്തെ പോയിന്റ് ആയിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നേ? അത് ഓർമ്മയുണ്ടോ? എത്രാമത്തെ പോയിന്റ് ആയിരുന്നു? സ്മിത ഫുള്ള് പറഞ്ഞായിരുന്നോ ഞാൻ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്ത് പറ്റി? ഞാൻ മറന്നുപോയി, അതാ ചോദിക്കുന്നേ. എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മ കിട്ടുന്നില്ല. എക്സസൈസ് ഗ്രൂപ്പിന്റെ അത് പറഞ്ഞ അവിടെ വരെ പറഞ്ഞു നിർത്തിയത്. എത്രാമത്തെ പോയിന്റ് ആയിരുന്നു അത്? 11? ഒരു മിനിറ്റ് മാം, ഞാൻ ഒന്ന് PDF നോക്കട്ടെ. ഓക്കെ. അഞ്ചാമത്തെ പോയിന്റ് തോന്നുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിക്കൂ. ഞാൻ 5 പോയിന്റ് വരെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അഞ്ചാമത്തെ പോയിന്റ് തന്നെയായിരുന്നു മാം. അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞു നിർത്തി അല്ലെ? ആറാമത്തെ പോയിന്റ് തുടങ്ങിയാണ് പറയാനായിട്ടുള്ളത് അല്ലെ? താങ്ക് യു. ഓക്കെ, അപ്പൊ ആറാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് റീഡ് ചെയ്യാട്ടോ, മൈൻഡിൽ അത് റീഡ് ചെയ്യാൻ ഞാൻ വായിപ്പിച്ചതായിരുന്നു, എന്നാലും പറഞ്ഞു പോകുമ്പോ ഒന്ന് റീഡ് ചെയ്ത് പോവാ. ഓക്കെ, അപ്പൊ കുട്ടികളെ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാനായിട്ട് ആദ്യം ടേബിൾ മാറ്റ് ഇടണം. അതിനുശേഷം സ്ലോലി കറക്റ്റ്ലി ആയിട്ട് കുട്ടികൾക്ക് മൂവ്മെന്റ് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് വളരെ സാവധാനം, അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് അത് മൂവ് ചെയ്യിപ്പിക്കേണ്ടതെന്നുള്ള കാര്യം കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് 6th പോയിന്റ്. ദെൻ 7th പോയിന്റ് നമുക്ക് നോക്കാം. കുട്ടിയോട് പറയാ എന്ത് ആക്ടിവിറ്റി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് എന്ത് ചെയ്യണം? കുട്ടിയോട് പറയണം. അതിപ്പോ സ്പൂണിങ് ആക്ടിവിറ്റി ആവാം, ഫോറിങ് ആവാം, ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് ആവാം, ഏതൊരു ആക്ടിവിറ്റിയും ആകാം. അത് ചെയ്യുമ്പോൾ കുട്ടിയോട് പറയാ നമ്മൾ ഈ ആക്ടിവിറ്റിയാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ആദ്യമേ തന്നെ കുട്ടിയോട് പറയാ. ഇനി കുട്ടിക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് ഉപയോഗിക്കുക. കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇംഗ്ലീഷ് അറിയുന്നില്ലെങ്കിൽ മലയാളത്തിൽ തന്നെ എന്ത് ചെയ്യുക? കുട്ടികൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പാടില്ല. വേറെ അതിനകത്ത് എന്താ പറയാ, ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ വേറെ സംസാരങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. കുട്ടിയെ അതിൽ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ഇരുത്തണം. അതുകൊണ്ട് തന്നെ വേറെ ഒരു സംസാരങ്ങളും അവിടെ പാടില്ല. നീ ഉച്ചയ്ക്ക് എന്താണ് കഴിക്കാൻ കൊണ്ടുവന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അവിടെ ചോദിക്കാനൊന്നും പാടില്ല കേട്ടോ. ആക്ടിവിറ്റീസിൽ തന്നെ കുട്ടികളെ ശ്രദ്ധ അവരുടെ എന്താ പറയാ പോയിന്റ് ഔട്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് പ്രധാനം. ദെൻ എട്ടാമത്തെ പോയിന്റ് പറയുന്നത്, അധികം നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ വർത്തമാനത്തെക്കാൾ കൂടുതൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ മൂവ്മെന്റ്സിന് പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ ഒരു ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് മാറ്റ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാതെ എനിക്കിപ്പോ പറഞ്ഞു തരാനേ നിങ്ങൾക്ക് നിവർത്തിയുള്ളൂ, കാണിക്കാനായിട്ട് തന്നെ പറ്റില്ല അല്ലെ? കാണിക്കാനാണെങ്കിൽ റിജോയുടെ സഹായമൊക്കെ വേണം. നമുക്ക് നോക്കാം പറ്റുമെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ ഒരു ദിവസം അങ്ങനെ. അപ്പൊ ഒരു ഇതായിട്ട് തന്നെ എടുത്ത് റിജോയും ഞാനും കൂടെ നിന്നിട്ട് ഒരു ടേബിൾ മീൻ മാറ്റി വെച്ചിട്ട് എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് കാണിച്ചു തരണം. നോക്കട്ടെ, പറ്റുമെങ്കിൽ ചെയ്തു തരാം കേട്ടോ. അപ്പൊ വർത്തമാനത്തെക്കാളും കൂടുതൽ എങ്ങനെയാണ് ആക്ടിവിറ്റി ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാതെ തന്നെ, കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാതെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയാണ് കൂടുതലും ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ 9th പോയിന്റ് പറയുന്നത് കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഓക്കെ, കുട്ടിയെ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കുട്ടിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ദെൻ 10th പോയിന്റില് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാം? കുട്ടിയെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം.
ആവശ്യമെങ്കിൽ മാത്രം. പക്ഷെ അത് കൂടുതലായിട്ട് ആകരുത്. കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അത് അവൻ ചെയ്യും, അവൻ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ആദ്യം ഒബ്സർവ് ചെയ്യാം. ചെയ്യുന്നില്ല, അവന് തീരെ പറ്റുന്നില്ല ആണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യാം. കൂടുതലായിട്ട് എല്ലാവരും ചെയ്തു കൊടുക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഒരു ആക്ടിവിറ്റി നമ്മൾ കാണിച്ചു, അതിനുശേഷം കുട്ടിയോട് പറയാണ് തനിയെ ചെയ്യാൻ, അവന് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവനെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ 11th 1 എന്താണെന്ന് നോക്കാം. ഇന്ന ആക്ടിവിറ്റി ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിക്കാനായിട്ട് പാടില്ല. കുട്ടിയെ കൊണ്ട് ഇന്ന ആക്ടിവിറ്റി ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ നിർബന്ധം ഈ ഒരു ആക്ടിവിറ്റി നീ നിർബന്ധമായിട്ട് ചെയ്യണം, അങ്ങനെയൊന്നും നമ്മള് എന്താ പറയാനായിട്ട് പാടില്ല. കുട്ടിക്ക് ആക്ടിവിറ്റി തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ കുട്ടിയുടെ ഇതിന് വിടുക, കുട്ടിയുടെ ഇഷ്ടത്തിന് വിടുക. അവന് ഏത് ആക്ടിവിറ്റിയാണ്. ചില കുട്ടികൾക്ക് ബോറിംഗ് ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യാൻ ഇഷ്ടം, ചിലർക്ക് സ്പൂണിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലവർക്ക് എന്താ പറയാ അങ്ങനെ ഈ ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് ആയിരിക്കാം. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി അവർ തിരഞ്ഞെടുത്തോടെ അതിനനുസരിച്ച് അവർ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ദെൻ 12th 1 പറയുന്നത് കുട്ടി ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടിയെ റെസ്പെക്ട് ചെയ്യുക, അവനെ വാച്ച് ചെയ്യുക, അവനെ റെസ്പെക്ട് കൊടുക്കുക. അത് ഏറ്റവും വലിയ കാര്യമാണ് അല്ലെ. റെസ്പെക്ട് എന്ന് പറയുന്നത് കുട്ടി ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് മതിയാവോളം ബഹുമാനം കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ 13th പോയിന്റ് ആണ് കുട്ടിയെ പണിഷ് ചെയ്യരുത്, കുട്ടിക്ക് റിവാർഡ് കൊടുക്കരുത്. അതായത് കുട്ടി ഇപ്പോ ആക്ടിവിറ്റി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, മറ്റു കുട്ടികളെ പോലെ ഒരു കുട്ടിക്ക് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ഒരിക്കലും അതും പറഞ്ഞ് ആ കുട്ടിയെ ശിക്ഷിക്കാനായിട്ട് പാടില്ല. ഇനി നല്ല രീതിയിൽ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കാനും പാടില്ല. നമുക്ക് ഒരു കയ്യടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശംസയോ നമുക്ക് കൊടുക്കാം, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അംഗീകാരങ്ങളൊന്നും ആ കുട്ടിക്ക് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ശിക്ഷിക്കാനും പാടില്ല, വലിയ റിവാർഡും കൊടുക്കാനായിട്ട് പാടില്ല. ദെൻ 14th പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരിക്കലും കുട്ടിയെ തിരുത്താനായിട്ട് നിൽക്കരുത്. നമ്മളൊരു ആക്ടിവിറ്റി കൊടുത്തു, ആ ആക്ടിവിറ്റിയിൽ ആ കുട്ടിക്ക് തെറ്റുകൾ വന്നു, ചെയ്യുമ്പോൾ തെറ്റുകൾ വന്നു, അപ്പൊ ഒരിക്കലും അത് തിരുത്താനായിട്ട് നിൽക്കരുത്. അവൻ സ്വയമേ തന്നെ എന്ത് ചെയ്യും, അത് പഠിച്ചോളും. തന്നെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ആക്ടിവിറ്റി കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് അവൻ അറിയുന്നുണ്ടാവും. അപ്പോ നമ്മൾ തിരുത്താനായിട്ട് നിന്ന് കഴിഞ്ഞാല് എന്താണ് പ്രോബ്ലം ഉണ്ടാവുന്നതെന്ന് വെച്ചാല് അത് അവന്റെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ തെറ്റ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ആക്ടിവിറ്റി നെക്സ്റ്റ് ഡേ ചെയ്യാനായിട്ട് കുട്ടിയോട് പറയുക. ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം തീരെ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ കുട്ടിയെ നമ്മൾ ഒരിക്കലും പിണങ്ങാനും കാര്യങ്ങളൊന്നും പാടില്ല. പിന്നീട് നമുക്ക് അടുത്ത ദിവസം ചെയ്ത് നോക്കാം, അപ്പോൾ ശരിയാവുന്നു കുട്ടി എന്ത് ചെയ്യാം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പ്രധാനം. ഓക്കെ. ദെൻ ഇതിന് അടുത്ത പോയിന്റ് ആണ് 15th പോയിന്റ് ആണ് പറയുന്നത് കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊരു മനസ്സിലാകാഞ്ഞിട്ടാണ്. ഒരു കുട്ടിക്ക് ആക്ടിവിറ്റി നമ്മൾ ചെയ്യാനായിട്ട് കൊടുത്തു, പക്ഷെ ഒട്ടും തന്നെ ആ കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിനർത്ഥം എന്താണ്, ആ കുട്ടിക്ക് ആ ഒരു ആക്ടിവിറ്റി ടീച്ചർ പറഞ്ഞു കൊടുത്തത് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ആ കുട്ടിക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണ്. അടുത്തത് 16th പോയിന്റ് ആണ് കേട്ടോ. 16th പോയിന്റിൽ പറയുന്നത് എന്താണ്, ഏത് ആക്ടിവിറ്റിയാണ് കൊടുത്തത് അതിന്റെ ഇപ്പൊ ഓരോ കുട്ടികൾക്കും ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന ഡേറ്റ് ഉണ്ടാവാം, അതുപോലെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഗ്രേഡ് കൊടുക്കാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങള് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാർട്ട് പോലെ, അതായത് കുട്ടിയുടെ പേര് എഴുതിയിട്ട് കുട്ടി എന്ത് ആക്ടിവിറ്റിയാണ് കൊടുത്തത് ആ ആക്ടിവിറ്റിയുടെ പേര് എഴുതുക, ഡേറ്റ് എഴുതുക, കുട്ടിക്ക് കിട്ടിയ ഗ്രേഡ് എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് ഒരു ചാർട്ടില് സൂക്ഷിച്ചു വെക്കേണ്ടത് ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോ നിങ്ങൾ ഇത് ചെയ്യിപ്പിക്കുമ്പോൾ പ്രത്യേകമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യം, ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്ന കാര്യം കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അത് കുട്ടിയുടെ പേര്, ആക്ടിവിറ്റിയുടെ പേര്, കൊടുത്ത ഡേറ്റ്, പിന്നെ കുട്ടിക്ക് കിട്ടിയ ഗ്രേഡ്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം
നോക്കുകയും സൂക്ഷിച്ചു വയ്ക്കാം. ഓക്കെ, 17ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസിന് ശേഷം ഷെൽഫിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഷെൽഫിൽ എന്ത് ചെയ്യണം, അതിനു വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയൽസ് ഷെൽഫിൽ കൊണ്ടുവയ്ക്കണം. ദെൻ ലാസ്റ്റ് പോയിന്റ്, എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആണോ എന്ന് നോക്കണം. ഷെൽഫിൽ അത് വെൽ അറേഞ്ച്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടോ, അതായത് അതിന് ഉപയോഗിച്ച മെറ്റീരിയൽസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടതും ഒരു ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇവിടെ പറയും. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ദെൻ ഡീറ്റെയിൽസ് ഓഫ് പ്രസന്റേഷനിൽ അടുത്തത് വരുന്നത്, അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അൺറോളിംഗ്, റോളിംഗ് എ മാറ്റ്. അപ്പൊ റോളിംഗ് ആൻഡ് അൺറോളിംഗ് ആണ് വരുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേരോട്, 2-3 പേരോടാണെന്ന് തോന്നുന്നു ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഇന്ന് നമുക്കതൊന്ന് ചെയ്തു നോക്കാം അല്ലെ. റെഡിയാണോ എല്ലാവരും? റെഡിയാ. എമ്മിനോട് മാത്രമാണോ പറഞ്ഞത്? അല്ല, ദീപ ആന്റണി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയോട്. ആന്റണി, പിന്നെ സിജിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലേ? ഇല്ല, ഞാൻ അതിന് മുന്നേ ചെയ്തതാണ്. എന്താ? ഞാൻ അതിന് മുന്നേ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ടൈം ചെയ്ത്, സെക്കൻഡ് മിസ് വേറെ ആൾക്കാരോട് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു അല്ലേ? എഴുതി വെച്ച് ഫോൾഡിംഗ് ആൻഡ് അൺഫോൾഡിംഗ് അല്ലേ മാം? ഫോൾഡിംഗ് ആൻഡ് അൺഫോൾഡിംഗ്, റോളിംഗ് ആൻഡ് അൺറോളിംഗ് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് ആയിട്ടുള്ളത് എന്താണ് അത് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ, കൊച്ചുറാണി റെഡിയാണോ ചെയ്യാൻ? ഞാൻ റെഡിയാണ് മാം, ചെയ്യാം. റെഡിയാണ്. പിന്നെ ആരായിരുന്നു? ദീപ ആന്റണി. ദീപ ആന്റണി ഉണ്ടോ? ഇല്ല. ഓക്കെ, രമ്യ ചെയ്തോളൂ കേട്ടോ. രമ്യ ആദ്യം രമ്യ ചെയ്യൂ. ഓക്കെ മാം, ഇപ്പൊ ചെയ്യാട്ടോ. ക്യാമറയ്ക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടേ, ഒന്ന് ശരിയാവും നോക്കട്ടെ. ശരിയായി, ഭാഗ്യം. ഒന്ന് പിൻ ചെയ്യട്ടെ, ഞാനൊന്ന് പിൻ ചെയ്യട്ടെ. ഒരു സെക്കൻഡ് കേട്ടോ, ഒരു സെക്കൻഡ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay ma'am. Good evening ma'am. Today my sweet kid Ponnu showing you folding and unfolding of mat. For this activity, we need a mat. How to fold it? Both the edges of mat and then join with each other like this, and then one more fold. And both the edges. It should be folded mat. For this activity, child should be learn and coordinate with the movement. Now this is the folding form. Next, Ponnu should be unfolded the mat. First, open the first folded part and remaining parts are also opened. Now this is the unfolding mat. Thank you ma'am. Okay, very good. ചെയ്തല്ലോ. ചെയ്യുമ്പോഴാണ്, ഇതൊക്കെ കാണുമ്പോഴാണ് ഭയങ്കര സന്തോഷം തോന്നുന്നത്. പനിയായിരുന്നു മാം. മോള് നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ജലദോഷം കൊണ്ട് നിൽക്കാൻ പറ്റണില്ല, പനിയുണ്ട്. സാരില്ല, എന്നാലും ചെയ്തല്ലോ. വയ്യാതിരുന്നിട്ട് കൂടി ചെയ്തല്ലോ. അതന്നെ വലിയ കാര്യം. താങ്ക് യു മാം. ഓക്കെ, കൊച്ചുറാണി ഉണ്ടോ? കൊച്ചുറാണി
ഉണ്ട് മാം. ഞാൻ പിൻ ചെയ്യട്ടെ കേട്ടോ, പിൻ ചെയ്യട്ടെ. റിജോ, റിജോ കൊച്ചുറാണി, ഒരു സെക്കൻഡ് കേട്ടോ, ഒരു സെക്കൻഡ് കൊച്ചുറാണി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. കാണാവോ മാം? ആ കാണാം കാണാം. നമ്മൾ ഇന്ന് മാറ്റ് ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്ന നമ്മൾ ഈ 2 എഡ്ജസ് ഒരു ഫോൾഡ് ആക്കി 2 എഡ്ജസും നമ്മളത് സിമിലൈസ് ചെയ്യുക. ഓക്കെ, 2 എഡ്ജസും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. അതിന് ശേഷം അത് സെക്കൻഡ് ഫോൾഡ് അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഫോൾഡുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് സെക്കൻഡ് ഫോൾഡ് വന്നു. ഇനി തേർഡ് ഫോൾഡ് നമ്മൾ ഓക്കെ, ഇത് ഓക്കെ, ഇത് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഫോമാണ്. ഇത് നമ്മളിത് അൺഫോൾഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് തേർഡ് ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ അൺഫോൾഡ് ചെയ്തു. അതിന് ശേഷം സെക്കൻഡ് വൺ ഓക്കെ, ലാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ്ലി അത് അൺഫോൾഡ് ചെയ്തിരിക്കുകയാണ് മാറ്റ്. ഓക്കെ മാം. ഓക്കെ, വെരി ഗുഡ്. ശാന്തിക്ക് കാണുന്നില്ലേ? റിജോ? കാണുന്നില്ല. മാറ്റി. ഇത്രയും ക്വസ്റ്റ്യൻ കൊണ്ടുത്തരും. ഒരെണ്ണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം എന്താണ് പറയുന്നത്. ഒരാൾ ഇതൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. റോളിംഗ് ആൻഡ് അൺറോളിംഗ് എ മാച്ച്. ആരാ റീഡ് ചെയ്യാം? എല്ലാവരും ആദ്യം ഒന്ന് റീഡ് ചെയ്യാം, എന്നിട്ട് ഒരാൾ എന്ത് ചെയ്യാം, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആദ്യം ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഇതൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ പറയാം കേട്ടോ.
കൊടുത്തു. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ഏത് യൂണിറ്റ് ആണെന്ന് പറയാമോ? ഏത് പാർട്ടാണെന്ന് പറയാമോ? ഞാൻ കേറിയില്ല. ഇത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്, മൊഡ്യൂൾ 3. ഓക്കെ. സിജി വായിച്ചു കഴിഞ്ഞോ? സിജി റീഡ് ചെയ്തോ? സിജി സാമുവൽ ഹലോ മാം. വായിച്ചോ? ഇല്ല മാം, ഞാൻ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടി കിച്ചണിൽ പോയേക്കുമായിരുന്നു. ഓക്കെ. ആരാണ് വായിച്ചത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആർക്കെങ്കിലും? ആരാ എക്സ്പ്ലെയിൻ ചെയ്യാം? മിതാജറോ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒന്നും പറയുന്നില്ലല്ലോ ആരും. മാം, ഞാൻ റീഡ് ചെയ്തിട്ട് പറയാം മാം. ഓക്കെ ഓക്കെ. നമ്മൾ മെറ്റീരിയൽസ് ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്നിട്ട് 3-4 കുട്ടികളെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വിളിച്ചിട്ട് അവരോട് പറയാ ഐ ഹാവ് സംതിങ് ടു ഷോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരോട് ഇത് കാണിച്ചു കൊടുക്കുന്നു. ഷോ ഈച്ച് ചൈൽഡ് we are absolutely to sit, and once the children are seated, you sit so that you can see them all. ഓക്കെ. അവർ ഇരുന്നതിന് ശേഷം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ കാണുന്ന പോലെ നമുക്ക് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അവർക്ക് എല്ലാ മെറ്റീരിയൽസ് കാണണം, നമ്മൾ കാണിക്കുന്നത് അവർക്ക് കറക്റ്റ് ആയിട്ട് കാണണം. നമ്മൾ അവരൊപ്പം തന്നെ ഇരുന്ന് ഇത് കാണിച്ചു കൊടുക്കണം. ആൻഡ് യെറ്റ് യു ആർ നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദം. നമ്മൾ അവരുടെ മുന്നിലല്ല, പക്ഷെ നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇരുന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയല്ലേ മാം? അതെ അതെ അതെ. ഓക്കെ. പിന്നെ കോൾ ദെയർ മാം, സ്ക്രൂണിറ്റി എന്ന് വെച്ചാൽ എന്താന്ന് എനിക്കറിയില്ല. Okay, call their scrutiny to the mat on the floor and tell them that you are going to show them how to roll and unroll a mat. നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് റോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അൺറോൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പൊസിഷൻ യുവർ സെൽഫ് സോ ദാറ്റ് യു ആർ സിറ്റിംഗ് ഓൺ യുവർ നീസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി വെർട്ടിക്കൽ റോൾഡ് അപ്പ് മാറ്റ്. നമ്മൾ എപ്പോഴും മുട്ടുകുത്തി നിന്നിട്ട് അവരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് ഇത് റോൾ ചെയ്യേണ്ടത്, വെർട്ടിക്കലായിട്ട് എങ്ങനെയാണ് റോൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറയട്ടെ, അതായത് നമുക്ക് മുട്ടുകുത്തി ഇരിക്കണം എന്ന് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞതാണ്, പറഞ്ഞൊക്കെ കറക്റ്റ് ആണ്. മുട്ടുകുത്തി ഇരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ചക്രം പണിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ കവച്ച് വെച്ച് 2 കാലം സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇരിക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. എങ്ങനെയാണ് നമ്മളൊരു പായ
നമ്മുടെ വീട്ടിലൊക്കെ പായ് ഉണ്ടാവുമല്ലോ, മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്ന. എങ്ങനെയാണത് നമ്മള് മടക്കുന്നത്, എങ്ങനെയാണ് നിവർത്തുന്നത് എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്? അപ്പൊ ഏത് വിധനയും ഏത് മാർഗത്തിലൂടെയും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ഇനി പറഞ്ഞോളൂ. Then position your okay. Tell the children I am going to unroll this mat. എന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ സെയിം എങ്ങനെയാണ് റോൾ ചെയ്തതിന്റെ ലാസ്റ്റ് തുടങ്ങി ഫസ്റ്റിലേക്ക് നമ്മൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കും, എങ്ങനെയാണ് അൺറോൾ ചെയ്യുന്നത് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. അപ്പം പിന്നെ പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്യണം മാം. പോയിന്റ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ പോയിന്റ്സ് ഞാനൊരു കാര്യം പറയാം. അതായത് നമ്മൾ ഇതിനകത്ത് പറയുന്ന പോലെ അങ്ങനെ തന്നെ നമ്മള് റോൾ ചെയ്യണം, അൺറോൾ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങളുടെ കൈകളാണ്, കുഞ്ഞു വിരലുകളാണ്, കുഞ്ഞു കൈകളാണ്. അപ്പോ ഇങ്ങനെ ചെയ്യണം, നീ അങ്ങനെ ചെയ്യണം, അവിടെ പിടിക്കണം, അങ്ങനെയൊന്നും നമ്മൾ നിർബന്ധം പിടിക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഒരു കംഫർട്ടിനനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരെ ആദ്യം പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും കമ്പലയിപ്പിക്കാനായിട്ട് പാടില്ല. നീ അങ്ങനെ തന്നെ മടക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് റോൾ ചെയ്യുകയും അൺറോൾ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, അല്ലാതെ യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. സിജി വായിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കാര്യം പേപ്പർ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് മടക്കുന്നത് നിർത്തുന്നത് കാണിച്ചു തരാം. ഓക്കെ, വായിച്ചോളൂ. ഫസ്റ്റ് പോയിന്റ് വായിച്ചോളൂ കേട്ടോ. Bring the rug from the basket with the open edge trimming of the rug towards your body. നമ്മൾ ബാസ്ക്കറ്റിനുള്ളിൽ നിന്ന് മാറ്റ് എടുത്തിട്ട് വരുവാണ്. ഓപ്പൺ എഡ്ജ് നമ്മളിങ്ങനെ പിടിച്ചിട്ട് കാണിക്കുകയാണ്. നമ്മുടെ ബോഡിയുടെ അടുത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊരു തുണി മടക്കുന്ന പോലെ തന്നെ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കാണിക്കുകയാണ്. ഇത് എങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. മാം അതൊന്ന് സ്ക്രോൾ ചെയ്യാമോ മാം? പേജ് കാണുന്നില്ല. Kneel down or sit with the legs crossed. Unroll the rug gently on the floor, the shortest side, using the hand fingers to unroll the rug. നമ്മുടെ മാറ്റിന്റെ ഒരു സൈഡ് കമ്പാരിറ്റീവ്ലി മറ്റേ സൈഡിനേക്കാളും ചെറുതായിരിക്കും. അത് നമ്മുടെ നേരെ വെച്ചിട്ട് നമ്മൾ അത് മടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അവർക്ക് കാണിച്ച് ഫിംഗേഴ്സ് വെച്ചിട്ട് റോൾ ചെയ്യുന്നതും അൺറോൾ ചെയ്യുന്നതും നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. To roll up, use the right hand fingers to create a 2-inch fold. നമ്മുടെ കുട്ടികളാകുമ്പോൾ സോറി മാം, കുട്ടികൾ സൈഡിൽ ഇരിക്കുന്നുണ്ട് മാം. സമ്മതിക്കുന്നില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറയാനായിട്ട്? യെസ് മാം, ആരെങ്കിലും ഒന്ന് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ. ആരൊന്നും കണ്ടിന്യൂ ചെയ്തേ? ഇത്രയും നേരം സിജി പറഞ്ഞല്ലോ. ജയശ്രീ ഒന്ന് പറഞ്ഞേ. ജയശ്രീ, എന്താണ് ഇങ്ങനെ ഞാനിങ്ങനെ വിളിച്ചു കൂടിക്കൊണ്ടിരിക്കണമല്ലോ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. എംടി വെള്ളം പിള്ളേര്, ഫസ്റ്റ് ബാച്ചിലെ പിള്ളേര് ഇങ്ങോട്ട് അവര് നിങ്ങളെക്കാളും ഭയങ്കര സൈലന്റ് ആണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും ചെയ്തതും ഒക്കെ കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പ്രാക്ടിക്കലാണ്, നിങ്ങളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നതെന്ന്. നിങ്ങളാണ് പറയേണ്ടത്. ജയശ്രീ കണ്ടിന്യൂ ചെയ്തോളൂ. Ma'am, repeat the rolling up movement until the entire rug is rolled up. അത് ഫുൾ ആയിട്ട് റോൾ ചെയ്ത് കഴിയണ വരെ നമ്മൾ കണ്ടിന്യൂസ്ലി അത് റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പുൾ ദ റഗ് ടുവാർഡ്സ് യു വെൻ ഇറ്റ് ഗെറ്റ്സ് ബിയോണ്ട് യുവർ റീച്ച്. അത് നമ്മളുടെ അടുത്ത് എത്തുമ്പോഴേക്കും ആ മാറ്റ് നമ്മുടെ കയ്യിലേക്ക് എടുക്കണം. എടുത്തിട്ട് പിക്ക് അപ്പ് ദ റഗ് ആസ് അറ്റ് ഇറ്റ് സെന്റർ ആൻഡ് സ്റ്റാൻഡ് വൺ എൻഡ് ഓഫ് ദി ഫ്ലോർ. റഗ് റോൾ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് ഫ്ലോറിന്റെ ഒരു എൻഡിൽ പോയി നിൽക്കണം. പാറ്റ് ഇറ്റ് വിത്ത് വൺ ഹാൻഡ് ആൻഡ് ദെൻ ടേൺ ഇറ്റ് ഓവർ ടു പാറ്റ് അതർ എൻഡ് ടു ക്രിയേറ്റ് ഈവൻ എൻഡ്സ്. എന്നിട്ട് ആദ്യം ഒരു വശം തട്ടിയിട്ട് കറക്റ്റ് ആക്കണം. അതേപോലെ മറ്റേ എൻഡും തട്ടിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് രണ്ടു വശവും ഒരുപോലെ ആക്കണം. നമ്മൾ റോൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ രണ്ടു വശവും കറക്റ്റ് ആയിട്ട് തട്ടി ഈവൻ ആക്കണം. Carry the rug using both hands and return it back to the basket. എന്നിട്ട് രണ്ട് കൈ കൊണ്ടും ഈ മാറ്റ് എടുത്തിട്ട് ബാസ്ക്കറ്റിലേക്ക് തിരിച്ചു വെക്കണം. The child may carry out the exercise as often as he desires. ഇത് കുട്ടിക്ക് എപ്പോഴൊക്കെ കുട്ടിക്ക് ഇത് ചെയ്യണം എന്ന് തോന്നണോ ആ സമയത്തെല്ലാം കുട്ടിക്ക് അത്
ആ എക്സസൈസ് ചെയ്യാം. അടുത്ത ആളുടെ പേര് ഞാൻ പറയാം. സ്മിത ജെറോമേ, കൺട്രോൾ ഓഫ് എറർ ഒന്ന് വായിക്കാമോ? കൺട്രോൾ ഓഫ് എറർ. എനിക്ക് ത്രോട്ട് ഇച്ചിരി പ്രശ്നമുണ്ട്, അതാ ഞാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു. അല്ലേ? ഓക്കെ, സാരില്ല. കുഴപ്പമില്ല. പിന്നെ വായിക്കോ? ഓക്കെ, കൺട്രോൾ ഓഫ് എറർ ഒന്ന് പറയാമോ? വായിച്ച പോരെ മാം? മതി. Control of error. 1. Seeing the long end of the mat being folded. 2. Seeing and feeling that the rolled edges are uneven. 3. Feeling the loosens of folds. 4. Seeing the mat unroll. Aim. Direct to enable the child to unroll a mat as a presentation for later working with materials on the floor. Indirect coordination of movements, expansions of muscles, and concentration. Points of interest: watching to see that the ends of the mat remains flat as it is rolled. Age of interest 21/2 onwards. Thank you, ma'am. Okay. 21/2 എന്നല്ല നമ്മൾ വായിക്കുക. 2.5 years ആണ്. 2.5 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. 2.5 വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാം? ഈ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാം. അപ്പൊ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ മടക്കി വെച്ചിട്ട് നിവർത്തിയതാണ് കേട്ടോ. ഓക്കെ, റോൾ ചെയ്തിട്ട് അൺറോൾ ചെയ്തതാണ്. അപ്പൊ ഞാൻ അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. ഞാൻ ഫാൻ ഒന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടോ, ഒരു സെക്കൻഡ്. മാം എനിക്ക് മാത്രം കാണുന്നില്ല മാം. കാണുന്നില്ലേ? അത് ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീന് പ്രസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് മാമിനെ കാണാൻ പറ്റും. കാണാൻ പറ്റുമോ? എന്താ വിളിക്കട്ടെ കേട്ടോ, ഒന്ന് ഒരു സെക്കൻഡ്. ഫുൾ സ്ക്രീനിൽ കാണാം. ശാന്തി, ആ സൈഡിലത്തെ ഒരു 3 ബട്ടൺ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഫുൾ സ്ക്രീൻ പ്രസ് ചെയ്താൽ മിസ്സിനെ കാണാൻ പറ്റും. ഫുൾ സ്ക്രീൻ ആണ് കേട്ടോ വെച്ചേക്കുന്നേ. മിസ്സിന്റെ എന്താണ് പറഞ്ഞത്, ഞങ്ങൾ ഓരോരുത്തർക്കും കാണാൻ ആ ഫോട്ടോയുടെ അടുത്തുള്ള ഒരു 3 കുത്തില് തൊട്ടിട്ട് അതില് ഫുൾ സ്ക്രീൻ ഉണ്ട്. ഓരോരുത്തർക്കും കാണാം, ഞങ്ങൾക്ക് കാണാൻ. അതിനെ പറ്റിയിട്ടാ സിജി പറഞ്ഞത്. നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അതാണ് മാമിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് നോക്കിയേ നിങ്ങള്. ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. പേപ്പറാണ് കേട്ടോ. ഇത് നമ്മള് ഒരു മാറ്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പായ, എന്തെങ്കിലും ഒരു സംഭവം ആണെന്ന് വിചാരിക്കുക. നമ്മള് റോൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവമായിട്ട് അതിനെ ഇമാജിൻ ചെയ്യുക. ദെൻ നമ്മള് ഇത് റോൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഫസ്റ്റ് എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് ഈ 4 വിരലുകള് ഫ്രണ്ടിൽ വരിക. അത് ഇടത്തെ കൈയുടെയും, അതായത് ലെഫ്റ്റ് ഹാൻഡിന്റെയും റൈറ്റ് ഹാൻഡിന്റെയും 4 ഫിംഗർ എന്ത് ചെയ്യുക? ഫ്രണ്ടിൽ വരിക. ഈ ഫിംഗർ ഉണ്ടല്ലോ, നമ്മുടെ തള്ളവിരലുണ്ടല്ലോ, അത് ബാക്കിലായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോവാ. റോൾ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ 2 കൈയും കൊണ്ട്, അതായത് ഈക്വൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഓരോ പ്രാവശ്യവും ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ 4 ഫിംഗർ കേട്ടോ ഇങ്ങനെ ഇരിക്കും. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ് മാം, കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ 4 ഫിംഗർ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 ഫിംഗർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഈ 2 ഫിംഗർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് യൂട്യൂബിലൊക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഈ മാറ്റിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ റോള് ചെയ്യുന്തോറും നിവർന്നു വരും. അപ്പൊ അതിനനുസരിച്ച് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2 കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നിവർന്ന പോരും. ഓക്കെ,
അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തു തന്നതാണ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? നന്നായിട്ടുണ്ട് മാം. ഓക്കെ, ഞാനിനി വേറൊരു കാര്യം ചെയ്ത് കാണിച്ചു തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ബട്ടണിങ് ഫ്രെയിം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ, ബട്ടണിങ് ഫ്രെയിം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ബട്ടൺ ഫ്രെയിം. കാണുന്നുണ്ടോ? കാണുന്നില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? കാണുന്നുണ്ട് മാം, കാണുന്നുണ്ട് മാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഇതെന്താണ്? ഹാൻഡ് മൂവ്മെന്റ്സ്. അതായത് കുട്ടികളെ എങ്ങനെ ബട്ടൺ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ കൈകാര്യം ചെയ്യാം, ബട്ടൺ ഒക്കെ ഇടുന്നത് എങ്ങനെയാണെന്ന് കുട്ടികളെ പഠിപ്പിക്കാനാണ് ഈ ഒരു മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കിയാൽ നിങ്ങൾ സൈഡില് ഇത് ഏതാണ്, ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്? കേട്ടോ, വുഡാണ്. പിന്നെ നോക്കിയാൽ നിങ്ങള് ഇവിടെ സ്ക്രൂവിന്റെ ഒരു സാധനം കാണുന്നുണ്ടോ? ഒരു ഹോള് കാണുന്നുണ്ടോ? ഫിക്സ് ചെയ്യാം നമുക്ക് കേട്ടോ. അതായത് നമുക്ക് ഇവിടെ ഇത് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് എളുപ്പത്തിൽ നിന്ന് അത് എടുത്തിട്ട് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ടീച്ചറുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോ വുഡ് കൊണ്ടാണ് ഇത് നിർമ്മിച്ച്, ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉള്ള വുഡാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ബട്ടൺ ഫ്രെയിം. നെക്സ്റ്റ് വൺ ബെൽറ്റ് ഫ്രെയിം. ഇതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബെൽറ്റ് ഇടാനായിട്ട് പഠിക്കാൻ. കുട്ടികളുടെ ബാഗിന്റെ ബെൽറ്റ് അവരെങ്ങനെയാണ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഇടേണ്ടത്, എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് നമ്മുടെ ബാഗിന്റെ ബെൽറ്റ് അല്ലേ മാം? ഇത് അതെ, ബാഗിന്റെ ബെൽറ്റ് ആണ്. കുട്ടികൾ ഉപയോഗിക്കുന്നതാണല്ലോ ബാഗ്, കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതായത് ഇതിന് ഒരു രീതിയുണ്ട്. നമ്മൾ കുട്ടികളാവുമ്പോൾ ഇത് വലിച്ചു പറിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കും, ഇല്ലേ? അങ്ങനെയല്ലേ കാണാറുള്ളത് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് അവരുടെ ബാഗ് എങ്ങനെ ഈ ബെൽറ്റിൽ എങ്ങനെ ശരിയാക്കാം എന്നറിയാൻ വേണ്ടിയിട്ട് കുട്ടികളെ ചെയ്യിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി, ഒരു മെറ്റീരിയൽ ആണെന്ത് ഈ ഒരു ബെൽറ്റ് ഫ്രെയിം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, രണ്ട് കാര്യങ്ങളും ക്ലിയർ ആണോ? ബെൽറ്റ് ഫ്രെയിം, ബട്ടൺ ഫ്രെയിം. യെസ് മാം. ഇനി അടുത്തതാണ് സിബ് ഫ്രെയിം. സിബ് ഫ്രെയിം ആണ്, സിബ് ആണ് കേട്ടോ ഇത്. ഓക്കെ, ഇതും കുട്ടികൾ എന്ത് ചെയ്യും? വലിച്ചു പറിച്ച് എടുക്കാനൊക്കെയാണ് നോക്കുക അല്ലെ. അപ്പോ ഇതെങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനാണ് സിബ് ഫ്രെയിം ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് വെൽക്രോ ആണ് കേട്ടോ. നോക്കിയാൽ നിങ്ങള് ഇത് കണ്ടിട്ടുണ്ടോ? ഇതും കുട്ടികളുടെ ബാഗിലൊക്കെ ഉണ്ടാകും, ഷൂയിലുണ്ടാവും. ഷോയിലുണ്ടാകും. ഇതൊക്കെ കുട്ടികള് ശരിക്കും പറഞ്ഞാല് ഒറ്റ വലിക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ ചീത്തയായി പോകും മര്യാദക്ക് ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇതെങ്ങനെ കുട്ടികളെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കാം എന്നാണ് ഇവിടെ നോക്കുന്നത്. ഇതൊക്കെ നമുക്ക് നിങ്ങൾ തരുമോ? നിങ്ങൾ പ്രാക്ടിക്കൽസിന് ഇവിടെ വരില്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ കൺമുമ്പിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതൊക്കെ പരിചയപ്പെടാം എങ്ങനെയാണെന്ന് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? കണ്ടില്ലേ നിങ്ങള്? ഓക്കെ, അടുത്തത് ലേസ് ഫ്രെയിം ആണ്. ഷൂലേസ് എങ്ങനെ കെട്ടാമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് കേട്ടത്. ഇത് MT1 പിള്ളേര് ശരിയാക്കിയതാണ്. ഞാനിത് അഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. ഇത് അവർ കറക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്.
6 ബാച്ച് ആക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു. 6 ബാച്ചിലെ കുട്ടികൾക്ക് ഞാൻ തന്നെയാണ് ഇത് കൊടുത്തത്. അവർ കറക്റ്റ് ആയിട്ട് ചെയ്ത് തന്നതാണ് കേട്ടോ. അത് അറിയാലോ, ഇത് നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതല്ലേ, കുട്ടികൾക്കാകുമ്പോ പ്രത്യേകിച്ച് അറിയാൻ പറ്റും ഇത്. മാം ഇത് പഠിക്കാൻ വന്നവര് ചെയ്തു തന്നാണോ മാം പറഞ്ഞേ? എന്താണ് പഠിക്കാൻ അവിടെ ഇപ്പൊ നമ്മുടെ ബാച്ചിൽ അവര് വന്നപ്പോ കിട്ടിയെന്നാണോ പറഞ്ഞത്? ഓക്കെ മാം. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന സാധനമാണ്, ഞാനിത് അഴിച്ചു കൊടുത്തു, അവരത് അതല്ല ഞാൻ കുട്ടികൾക്ക് കൊടുത്താന്ന് വിചാരിച്ചത്, അതാ ചോദിച്ചേ. കുട്ടികൾക്ക് ഇത് ചെയ്യാനായിട്ട് കൊടുത്തു, അവരത് കറക്റ്റ് ആക്കി തന്നു. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇത് ലേസ് ഫ്രെയിം എന്നാണ് കേട്ടോ എന്റെ പേര്. കഴിച്ചിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇപ്പൊ കെട്ടി വെച്ചേക്കുവാണ്. ഇതിന്റെ ബാക്ക് സൈഡ് എങ്ങനെയാ മാം? ഓക്കെ, ഇതാണ് കറക്റ്റ്. ഓക്കെ മാം. ഷൂ ലേസിന്റെ എന്റെ നൂലിപ്പഴാ കണ്ടത് അടിയില്. മിസ് ഇത് രണ്ട് പീസാണോ ഇത് ചെയ്തിരിക്കുന്നത്? മീൻസ് 2 പീസ് വെച്ചിട്ട് അത് കണക്ട് ചെയ്യാണോ ചെയ്തിരിക്കണത്? അതെവിടെ? ഇത് അഴിക്കുമ്പോ രണ്ടായിട്ട് നമ്മുടെ ഷൂവിന്റെ പോലെ തന്നെ 2 സൈഡില് സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ. അതെ, കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം കാണിക്കാനുള്ളത്, മാം അപ്പൊ ഈ ലേസിന് ഫ്രെയിം വേണ്ട? ഇല്ല, അതിന് ഫ്രെയിം നമുക്ക് അവൈലബിൾ, അത് നമുക്ക് കിട്ടിയത് ഇങ്ങനത്തെ ടൈപ്പാണ്, ഫ്രെയിം ഇല്ലാത്തതാണ് കിട്ടിയത്. ഫ്രെയിം ഉണ്ടെങ്കിൽ നല്ലതാണ്, കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് പോയി എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് ഭിത്തിയിൽ വെക്കാമല്ലോ, അപ്പോ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് ചെന്ന് എടുക്കാം. ഇത് പിന്നെ ലേസ് ഫ്രെയിം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിർബന്ധമില്ല എന്നാ തോന്നുന്നത് കേട്ടോ. കാരണം കുട്ടികൾക്ക് എളുപ്പത്തില് വുഡിന്റെ ഉണ്ടെങ്കിൽ ചിലപ്പോ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നോർത്തിട്ടായിരിക്കും ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. മിസ് ഞാൻ ബട്ടണിങ് ഫ്രെയിം ചെയ്തു, കാർഡ്ബോർഡില് ഫിക്സ് ചെയ്തു, ഷർട്ട് വെട്ടിയിട്ട്. എന്നിട്ട് മോളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാണിക്കാവോ? കാണിക്കാം. ഓക്കെ, പിൻ ചെയ്യണോ? പിൻ ചെയ്യട്ടെ? അല്ല, സിയ. മാം ആള് സാധനം എടുക്കാൻ പോയേക്കുന്നുള്ളൂ, അതാണ് കേൾക്കാത്തെ. എന്താ മിസ് പറഞ്ഞ? പിൻ ചെയ്യണോന്ന് ചോദിച്ചതാ. പിൻ ചെയ്യട്ടെ? സിമ്പിൾ അല്ലേ, പെട്ടെന്ന്. സെക്കൻഡ് ഞാൻ പിൻ ചെയ്യാനായിട്ട് ആളെ വിളിക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട് മാം. അപ്പൊ കുഴപ്പമില്ല അല്ലേ? നൈസ്. ഷർട്ടിന്റെ ഈ സൈഡൊക്കെ ഞാൻ വെട്ടിയെടുത്തു, കൈയൊക്കെ വെട്ടിയെടുത്തു. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രെയിം ചെയ്യാ ചെയ്തത്. ഇത് കാർഡ്ബോർഡാണ്, കാർഡ്ബോർഡില് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത്. മോള് ഇടാൻ ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇടാൻ ഈസി ആയിരുന്നു ആൾക്ക്. 4 വയസ്സായ മോളാണ്, ആളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ലൂസ് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളി. കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് മാം. മാം, ഞാൻ മറ്റേ ഇത് കാർഡ്ബോർഡ് ചെയ്തിട്ടുണ്ട്. കാണിക്കാവേ. പ്രസന്റ് ചെയ്യാവോ? ക്യാമറ ഓൺ ആകുന്നു. ഇപ്പോ ഇത് ചെയ്യാവേ. നന്നായിട്ടുണ്ട്. ഞാനിപ്പോ പോകുന്നിടത്ത് അവിടെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആകും. അപ്പൊ അവന്റെ അടുത്ത് കിട്ടുന്ന സമയത്ത് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതായിരുന്നു.
ഇതൊക്കെ കൊണ്ടുവന്നോട്ട് ഇവിടെ അതൊക്കെ കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ കൊണ്ടുവന്നെ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കാണാനാണ്, നേരിട്ട് കാണാലോ. ഓക്കെ മാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും കാണിക്കാനുണ്ടോ? എന്തെങ്കിലും? അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് കാർഡ്സ് ആൻഡ് നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇത് എത്രയാ കാണാൻ പറ്റുന്നില്ലേ? 2 ആണ്. കുട്ടികളെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യും? നമ്പേഴ്സ് വെച്ച് കൊടുക്കും അല്ലെ. ഇത് 2 ആണ്. ഇതിന്റെ മീതെയോ അല്ലെങ്കിൽ ഇതിന് ചുറ്റുമായിട്ടോ ഇത് കണ്ടോ നിങ്ങള്? 2 മുത്ത് പോലത്തെ സംഭവങ്ങളാണ്. മുത്ത് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മണി ഉണ്ടല്ലോ അമ്പലത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഷേപ്പാണ് കേട്ടോ ഇത്. അമ്പലത്തിലൊക്കെ മണി കണ്ടിട്ടുണ്ടോ നിങ്ങള്? പള്ളിയിലൊക്കെ ഉള്ള കണ്ടോ? ഇതിനൊരു കുഞ്ഞ് ഹോള് പോലെ ഉണ്ട്, അല്ലെങ്കിൽ നോബ് പോലെ ഉണ്ട്. കുട്ടികൾക്ക് എളുപ്പത്തിൽ കണ്ടോ, കുട്ടികൾക്ക് എളുപ്പത്തിന് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞു നോബ് പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്പറിന്റെ മീതെ ഇത് വെക്കും കണ്ടോ. അപ്പൊ 2 എന്ന് പറയുന്ന കാർഡിന്റെ മീതെ ഞാൻ ഈ 2 സാധനങ്ങൾ വെച്ചു. അപ്പൊ കുട്ടികൾക്ക് എന്താണ് 1, 2 നമ്പർ പഠിക്കാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് എത്രയാണ്? 3 ആണ് അല്ലെ. ഇതേപോലെ തന്നെ സെയിം റിപ്പീറ്റേഷൻ ആണ്. ഇവിടെ നമ്മൾ എന്ത് വെച്ച് കൊടുക്കുന്നു? 3 എണ്ണം വെച്ച് കൊടുക്കുന്നു. കുട്ടികൾ കൗണ്ട് ചെയ്യാൻ പഠിക്കും ഇതിലൂടെ. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇതിന്റെ പേരെന്ന് പറഞ്ഞാല് കാർഡ്സ് ആൻഡ് നമ്പേഴ്സ് എന്നാണ് കേട്ടോ. കാർഡ്സ് ആൻഡ് നമ്പേഴ്സ് എന്നാണ് പേര്. നമുക്ക് ഇതിൽ കൂടുതൽ വെക്കാനായിട്ട് പറ്റില്ല, കാരണം നിക്കില്ല, ഇതില് നിക്കില്ല. ഇത് നമ്മള് നേരിട്ട് വരുമ്പോ നമുക്കത് കൂടുതലായിട്ട് പഠിക്കാം കേട്ടോ. ഞാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാനതൊന്ന് റിജോയുടെ സഹായത്തോടു കൂടി ടേബിൾ എല്ലാം വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ഒരു ദിവസം കേട്ടോ. ഇത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതെന്താണ്? എന്ത് ഷേപ്പാ? സിലിണ്ടേഴ്സ് ആണ്. അതായത് പലതരത്തിലുള്ള സിലിണ്ടേഴ്സ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോബുലർ സിലിണ്ടേഴ്സ് ആണ്, നോബ് ഇല്ലാത്ത സിലിണ്ടേഴ്സ് ആണിത്. ഈ സിലിണ്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഹൈറ്റ് കൂടുന്തോറും ഇതിന്റെ വിഡ്ത് കൂടുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ടത് കേട്ടോ. ഓക്കെ, ഇത് 2 തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതില് ഹൈറ്റ് കൂടുതലാണ്, വിഡ്ത് കൂടുതലാണ്. ഇത് അതിനേക്കാളും ചെറുതാണ്. ഹൈറ്റ് കുറച്ചും കൂടി കുറവാണ്, വിഡ്ത് കുറച്ചും കൂടി കുറവാണ്. കണ്ടോ? ഇത് അതിന് ചെറുതാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക്? എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് നോബ്ലെസ് സിലിണ്ടേഴ്സ് ആണ്. ഹൈറ്റ് കൂടുന്തോറും വിഡ്ത് കൂടുന്നു. ഓക്കെ, ഹൈറ്റ് കുറയും തോറും വിഡ്ത് കുറയും. പഠിച്ചോ മാം? അത് വുഡൻ ആണോ മെറ്റീരിയൽ? അതെ അതെ, എല്ലാം വുഡൻ മെറ്റീരിയൽ ആണ് കേട്ടോ. ഏറ്റവും ചെറിയ പീസാണ് കേട്ടോ ഇത്. ലാസ്റ്റത്തെ 2 ചെറിയ പീസുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ എന്താ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചേ? നോബുലർ സിലിണ്ടേഴ്സില് ഹൈറ്റ് കൂടുന്തോറും വിഡ്ത് കൂടും, ഹൈറ്റ് കുറയുന്തോറും വിഡ്ത് കുറയും. ഓ, വെരി ഗുഡ്. ഇപ്പൊ പലതരത്തിലുള്ളത് ഉണ്ട് കേട്ടോ. ഞാൻ അതുപോലെ നോക്കട്ടെ, പിങ്കി ടവർ പോലെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. പൊളിഞ്ഞു വീഴോന്ന് അറിയില്ല.
മാം ഹൈറ്റ് കൂടുന്തോറും നമ്മളെ എന്താണ് ഇതിന്റെ വെയിറ്റും കുറവല്ലേ വരുന്നേ? അതെ അതെ, വെയിറ്റും കുറവാ വരിക. ഇത്രയും മതി, ഇനി പൊളിഞ്ഞു വീഴും അല്ലെങ്കിൽ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട് അല്ലേ? ഇത് രണ്ടെണ്ണം കൂടി വെക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇത് ഏതൊരു പരിപാടിയിലെ പോലെ ആയിപ്പോ. ഇത് സ്പൂണും നാരങ്ങയും പോലെ വീഴാത്ത. കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിന്റെ പല കളർ കാണിച്ചു തരാം കേട്ടോ. അതിനകത്ത് വ്യത്യാസമുണ്ട്. ഹൈറ്റ് കൂടുന്തോറും വിട്ട് കുറയുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അല്ല, വിട്ട് കൂടുന്നതും ഹൈറ്റ് കൂടുന്നതൊക്കെ ഉണ്ട്. പല ടൈപ്പ് ഉണ്ട് നമ്മള്. അപ്പൊ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. എടുത്തു വെച്ചോട്ടെ. പിങ്ക് ടവർ പോലെ ഉണ്ടല്ലോ ഇത്. എന്തോ മാം പിങ്ക് ടവർ ഇതേ ഷേപ്പ് തന്നെയാണോ അതോ വേറെ ഷേപ്പ് ആണോ? അങ്ങനെയുണ്ടോ? പിങ്ക് ടവറിന്റെ പോലെ തന്നെ. പിങ്ക് ടവർ നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ വരുമ്പോഴത്തേനും കിട്ടുമായിരിക്കും. പിങ്ക് ടവർ കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ജിഷൻസ് ആയിരിക്കും കാണിക്കുന്നത് പിങ്ക് ടവർ കേട്ടോ. അതുപോലെ തന്നെയാണ് തോന്നുന്നു അല്ലേ? ഷേപ്പിൽ വ്യത്യാസമുള്ള തോന്നുന്നു. ഇതുപോലെ ക്യൂബ വരിക. നമ്മള് ഇന്നലെ റെക്കോർഡിൽ എഴുതിയപ്പോ ക്യൂബ ആയിരുന്നു. ക്യൂബായിരുന്നു അല്ലേ? ഓ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇത്രയും കാര്യങ്ങള്. പിന്നെ റോളിംഗ് ആൻഡ് അൺറോളിംഗ് ഞാൻ പറഞ്ഞു തരാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, സ്പൂണിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി. അത് ഒരു 5 പേര് ചെയ്തിട്ട് വരിക. പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എനിക്ക് 5 പേരുടെ ആക്ടിവിറ്റി കണ്ടാവും. സ്പൂണിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് കേട്ടോ. അതായത് നമ്മുടെ റോളിംഗ് ആൻഡ് അൺറോളിംഗ് കഴിഞ്ഞിട്ട് സ്പൂണിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ആക്ടിവിറ്റി ചെയ്യാൻ റെഡി ആയിട്ട് നെക്സ്റ്റ് വെനസ്ഡേ വരിക. 5 പേര്. ഓക്കെ ആണോ? ചെയ്യാത്തവര് ചെയ്യാം കേട്ടോ. ചെയ്തവര് ചെയ്യാനായിട്ട് പറയുന്നില്ല, ചെയ്യാത്തവര് ചെയ്യാം. സിജിയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഈ റെസ്പോൺസിബിലിറ്റി. സിജി ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. 5 പേരെ കണ്ടെത്തണം. ഓക്കെ മാം. ഞാൻ അല്ലെങ്കിൽ 5 പേരെ കണ്ടെത്തണം, 5 പേരെ ചെയ്യിപ്പിക്കണം. തലേ ദിവസം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഏൽപ്പിക്കണം. സുജാതനെയും കൂടി ഞാൻ കൂട്ടി വിളിക്കുന്നു. സുജാതയും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യും. ബോർഡ് എക്സാം ഉള്ളവരുടെ അമ്മമാര് ഡ്യൂട്ടി അതാണ്. സുജാതയുടെ മോനും ബോർഡ് എക്സാം ആണ്. എന്റെ മോക്കും ബോർഡ് എക്സാം ആണ്. രണ്ട് മക്കൾക്കും ബോർഡ് എക്സാമാ. ഈ നമ്മുടെ ഈ ക്ലാസ് എന്ത് ചെയ്യാനാണ്? നിങ്ങളെ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അത്രയും വിശ്വാസമുള്ളതെന്ന് ഏൽപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ക്ലാസ് കഴിയുമ്പോ തന്നെ നമ്മുടെ ഈ ക്ലാസ് കഴിയുമ്പോ തന്നെ ഡിസ്കഷൻ ഉണ്ടാവും. ആരൊക്കെയാണ് ഒന്ന് ചോദിക്കുക, ഗ്രൂപ്പിൽ ഇടുക. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് അറിഞ്ഞ് വെക്കുക. എല്ലാവരെയും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ആരും ഇതിൽ നിന്ന് പിന്തിരിയാൻ നോക്കണ്ട. ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ മറ്റൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും ചെയ്യാനായിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മെറ്റീരിയൽസ് പരിചയപ്പെടാം. ഹലോ, താങ്ക് യു. ജെസ്സി, ഹലോ മാം. പറഞ്ഞോളൂ. ഹലോ, എന്താ പറഞ്ഞത്? ആക്ടിവിറ്റി നോക്കി ക്ലിയർ ആക്കോ? സ്പൂണിംഗ് ആക്ടിവിറ്റി ചെയ്യാനാണ് പറഞ്ഞത്. ജെസ്സി 5 പേരോട് പറഞ്ഞിട്ടുണ്ട്. പേരുകൾ ഞാനിവിടെ പറഞ്ഞിട്ടില്ല. സിജിയെയും അതുപോലെ സുജാതയെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അവരാണ് ആളുകൾ ആരൊക്കെയാണെന്ന് തീരുമാനിക്കുക. ഓക്കെ, സ്പൂണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതൊന്ന് വായിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവോട്ടെ എന്താണെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല, ഡീറ്റെയിൽസ് ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ചെയ്തിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. Thank you, ma'am. Good night.